ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല കേസ്, ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. കാരണം വെച്ചാൽ നമ്മൾ രാവിലെ കണ്ട ഒരു പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ. ജാസ്മിൻ്റെ ഒരു കിച്ചൺ ഡ്യൂട്ടിയുടെ വലിയൊരു പുകിൽ കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പുറകെ വേറെ ഒന്ന് വരുന്നു. ഇനി ഗബ്രിയുടെ പ്രശ്നം എന്താണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ നന്ദനയും അൻസിമയും അഭിഷേകും നോറയും കൂടെ കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ഗബ്രി അവിടെ ഒരു ഇങ്ങനെ രാജാവിനെ പോലെ ആ സോഫയിൽ കൈയൊക്കെ വെച്ച് നിന്നിട്ട് ഗബ്രി പറഞ്ഞു, എനിക്ക് കുറച്ച് ഭക്ഷണം എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് സുഖമില്ല, എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. ആ സ്പോട്ടിൽ തന്നെ നോറ എന്ത് പറഞ്ഞു, ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു, അങ്ങനെ എക്സ്ട്രാ ഭക്ഷണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേ ഗബ്രി പറഞ്ഞു, ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരെയും പ്രോവോക്ക് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ചോദിച്ചത്, ഇത് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്ട്രാ ഭക്ഷണം ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭക്ഷണം ചോദിച്ചത്, ഇതുവരെയ്ക്ക് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോറ പറഞ്ഞു, ഇല്ല നന്ദനയ്ക്ക് സുഖമില്ല, അവൾക്കും വയ്യ, കാലിന് സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗബ്രി പറഞ്ഞു, ഇത് ഞാൻ അവരോടല്ല പറഞ്ഞത്, കിച്ചണിലെ ഡ്യൂട്ടി ചെയ്യുന്നവരടുത്താണെന്ന് പറഞ്ഞതും അൻസിബയും ടീമും കൂടെ ഒരുമിച്ച് പറഞ്ഞു, ഇതിപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമായിട്ട് ആരുമില്ല, ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുന്നത് കണ്ടിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ കൂടിയെന്നുള്ളതുള്ള ഒരു കാര്യം പറഞ്ഞത് ഗബ്രി പറഞ്ഞു, എനിക്ക് ഭക്ഷണം തരാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി, വേറെ കൂടുതൽ വർത്താനൊന്നും പറയണ്ടെന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ അൻസിബ പറഞ്ഞു, ഇത് ജാസ്മിൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ സൂക്കേട് എന്നോട് തീർക്കണ്ടെന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഗബ്രി അവിടുന്ന് ചാടി കിച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടാ പോടാ പോടി എന്നുള്ള കാര്യങ്ങളൊക്കെ വായി തോന്നിയത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാൻ തുടങ്ങി. അതായത് ഗബ്രി പറഞ്ഞു, ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയണ്ട, അതിനകത്തേക്ക് ജാസ്മിനെ കൊണ്ടുണ്ട്, നിനക്ക് ഭക്ഷണം തരാൻ പറ്റിയില്ലെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ളൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടായിരുന്നു അഭിഷേക് അവിടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അഭിഷേക് പറഞ്ഞു, മാറി നിന്ന് വഴക്കുണ്ടാക്കുക, ഇവിടെ കിച്ചൻ്റെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കണ്ട, മാറി നിന്ന് വഴക്കുണ്ടാക്കാൻ പറഞ്ഞു. ആ ഒരു സമയത്ത് ഗബ്രി പറഞ്ഞു, എവിടെ നിന്ന് വഴക്കുണ്ടാക്കണം ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്, നീയല്ല എന്നുള്ള. പിന്നെ ഇവർ തമ്മിലായി, ഗബ്രിയും അഭിഷേകും തമ്മിലായി ഏറ്റുമുട്ടൽ. ഇത് കണ്ടുകൊണ്ട് ഇന്ന് ഋഷിക്ക് മനസ്സിലായി ഇത് അഭിഷേകിൻ്റെ അവിടെ ഒരു ആവശ്യമില്ലാത്തൊരു ഇടപെടലാണെന്ന് മനസ്സിലായിട്ട് ഋഷി അഭിഷേകിനോട്, നീ ഇത് വേണ്ടാത്ത വള്ളിയിൽ നിന്ന് പിടിച്ച് വെക്കേണ്ട, കാരണം വെച്ചാൽ ഇത് അവർ തമ്മിലുള്ള വഴക്കല്ലേ, അത് തീർത്തോട്ടെ, നീ അവിടെ ആവശ്യമില്ലാത്ത വഴക്ക് ഉണ്ടാക്കണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗബ്രി പറഞ്ഞു, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, ഇത് ആകാശത്തോടെ പോണ സാധനം വള്ളിയിട്ട് പിടിച്ചെടുക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പുകിലായി. ഈ ഒരു സമയത്താണ് നമ്മുടെ അഭിഷേകിൻ്റെ വായിൽ നിന്ന് വേറൊരു വാക്ക് വീണത്. അതായത് നീ ജാസ്മിൻ്റെ സാരി തുമ്പ് പിടിച്ച് നടന്നു എന്നുള്ളൊരു വാക്ക് വീണത്. ഇത് ഗബ്രി കേട്ടതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ ഒരു വേറൊരു രീതിയിലാണ് ചാടി അഭിഷേകിൻ്റെ അടുത്തേക്ക് ഗബ്രി വന്നത്. നീ ആണത്തോടുകൂടി കാല് നിലത്ത് ചവിട്ടി ഉറച്ച് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ വലിയ ഫൈറ്റായി. അപ്പോൾ ഈ ഒരു ജാസ്മിൻ്റെ സാരിത്തുമ്പ് പിടിച്ച് നടന്നോന്ന് പറഞ്ഞത് അഭിഷേക് പറഞ്ഞത് തെറ്റായി പോയെന്ന് അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഗബ്രിക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ ഋഷിയും റസ്മിനും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറഞ്ഞ്, നീ പറഞ്ഞത് ശരിയല്ല, അത് പറഞ്ഞത് തെറ്റാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. പക്ഷേ അപ്പോഴും നമ്മുടെ അഭിഷേക് ഇത് റിപ്പീറ്റ് ചെയ്ത് ജാസ്മിൻ്റെ സാരിത്തുമ്പ് ഇനി ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ശരിക്കും അത് അങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു ഇതിനകത്തേക്ക് വന്നപ്പോഴേക്കും അവിടെ നിന്ന് ആർക്കും അത് വലിയതായിട്ട് അങ്ങോട്ടത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രീതൊക്കെ പറഞ്ഞ നീ അത് പറഞ്ഞത് തെറ്റാണെന്നുള്ളൊരു കാര്യം അത് പറയാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരി വരിക. കാരണം ഇത് ജാസ്മിൻ്റെ സാരിത്തുമ്പ് എന്നുള്ളൊരു വേർഡ് കേട്ടപ്പോഴേക്കും ശരിക്കും നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു രീതി പറയണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഈ ഭാര്യമാരനുസരിച്ച് ഭാര്യമാരുടെ പുറകെ നടക്കുന്ന ആൺകുട്ടികളെ പറയുന്നൊരു രീതിയാണ്, നീ അവിടെ പുറകെ സാരിത്തുമ്പും പിടിച്ച് നടന്നു എന്നൊക്കെ. ഇത് എവിടെ ചെന്ന് തീരുമെന്ന് ഒരു പിടുത്തവും. പക്ഷെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് കാരണം വെച്ചാൽ ജാസ്മിൻ ഈ സമയത്ത് ജയിലിലായിരുന്നത് നന്നായി. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ജയിലിൻ്റെ ഗ്രില്ല് പൊളിച്ച് മാറ്റുന്നൊരു കാര്യം പറഞ്ഞതുപോലെ ഈ കിച്ചൺ സെറ്റ് ചെയ്യുന്ന രീതിയെ ജാസ്മിൻ ഇളക്കി മറിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചിരിക്കാൻ ഏറെക്കുറെ ഉണ്ടല്ലേ.